ലോകത്തിൽ ഏറ്റവും വലിയ അറിവെന്താണെന്നറിയുമോ? തനിക്കെന്തറിയില്ല എന്നറിവാ. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് എല്ലാം എനിക്കറിയാമെന്ന അഹന്ത കൊണ്ടാണ് പുതിയത് പഠിക്കാത്തത്. അറിയില്ല എന്ന അറിവുണ്ടാവണമെങ്കിൽ ചോദ്യം ഉണ്ടാവണം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ മനസ്സിലൊരു സ്പേസ് തുറക്കപ്പെടും. ഇപ്പൊ ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ കൈനീട്ടൂലേ വാങ്ങാനായിട്ട്? ഇതുപോലെ നമ്മുടെ മനസ്സിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സ് നീട്ടും. ഈ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഉത്തരം കിട്ടുന്നത് വരെ ആ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്ത ഫയല് ആ റൂം ശൂന്യമാകും. ഒരുത്തൻ വിവാഹത്തിന് പെണ്ണ് കാണാനായിട്ട് വരനായിട്ട് പോകുമ്പോൾ വരൻ പുറപ്പെട്ടാൽ ആ വധുവിനെ കൊണ്ടൊന്ന് പാർപ്പിക്കാൻ ഒരു റൂം ഒരുക്കണ്ടേ? ആ റൂം ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണ് കാണാൻ പോയിക്കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മനസ്സിൽ കിട്ടുന്നത് വരെ ആ ഉത്തരം ന്യൂനമർദ്ദമായി ശൂന്യമായി കിടക്കും. ശൂന്യത ന്യൂനമർദ്ദമാണ്. ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. അറിയില്ലേ? അനുഭവം. ന്യൂനമർദ്ദം തലയിൽ ഉണ്ടാക്കുന്ന അനുഭവത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുക. അറിയണം കേട്ടോ. എന്താ വിദ്യാഭ്യാസം? എന്റെ ഉള്ളിലേക്ക് വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാവാനുള്ള ഒരിടം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകണം. വെളിച്ചത്തെ സ്വീകരിക്കാൻ, അറിവിനെ സ്വീകരിക്കാൻ. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പണ്ട് പുസ്തകം കിട്ടാഞ്ഞിട്ടാ വായിക്കാഞ്ഞ്. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ന് പുസ്തകങ്ങൾ കോടിക്കണക്കിന് ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും വായിക്കാത്തത്. ഇതെനിക്ക് വേണമെന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഈ ചോദ്യങ്ങളിലൂടെ വിജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കടക്കണം. മനസ്സിലായോ? ഈ ജ്ഞാനത്തിലേക്ക് കടന്നാൽ ഈ ജ്ഞാനം ശരിയാണോ എന്ന് ചുറ്റുവട്ടമുള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ടും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഉറപ്പുവരുത്തി അതിൻ്റെ യുക്തി കാണണം. അപ്പോൾ മാത്രമേ നോളജ് ഉണ്ടാവുന്നുള്ളൂ. നോളജ് ഉണ്ടാവണമെങ്കിൽ 3 കാര്യം വേണം. നോളജ് ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒത്തുചേരണം. ഒന്ന്, ആ നോളജ് സത്യമായിരിക്കണം. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നോളജ് ആവില്ല. അത് സത്യമാണെന്ന് രണ്ടാമത് യുക്തിപൂർവം എനിക്ക് തെളിയിക്കാൻ, മറ്റൊരാളോട് തെളിയിക്കാൻ പറ്റണം. ഇത് സത്യമാണെന്ന് മറ്റൊരാളോട് എനിക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റണം. മൂന്നാമത്തത്, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും വേണം. ഇത് 3 ചേരുമ്പോഴേ നോളജ് ഉണ്ടാവും. സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഉണ്ടാക്കിയത്, അടുത്തിരുന്ന് ചർച്ച ചെയ്തത്. അർദ്ധസത്യങ്ങളും അസത്യങ്ങളും അപൂർണ സത്യങ്ങളും 1,00,000 കൂട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തില്ല. ഉദാഹരണം പറയാം. ഈ പന്തലിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തെ നോക്കൂ. 1,00,000 നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. എന്നിട്ടും നമുക്ക് വെളിച്ചമുണ്ടോ? ഈ LED-യും CFL-ഉം ട്യൂബ്ലൈറ്റും വേണ്ടി വന്നില്ലേ? എന്നാ പകലോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത്. ആ ഒരു നക്ഷത്രം മാത്രമായിട്ട് നമുക്ക് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നു. എന്തുകൊണ്ടാ? അത് സത്യത്തിനടുത്താണ്. നമ്മൾ പകലുള്ള നക്ഷത്രത്തിനടുത്ത സൂര്യന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമാണ് തിരുവാതിര. തീക്കട്ട പോലെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന തിരുവാതിര. പക്ഷെ എന്നിട്ടും വെളിച്ചം കിട്ടാത്തത് എന്താ? അത് അകലെയാണ്. സത്യത്തിൽ നിന്ന് നമ്മൾ അകലെയാണ്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്ന വയലാറിന്റെ പാട്ടിലെ വരിയ ഇത് കേട്ടോ. എന്താണ് നമുക്ക് മാർഗമുള്ളത്? നമ്മുടെ ഭക്തിയും അമ്പലവും ഉത്സവവും ഘോഷയാത്രയും കലവറ നിറക്കലെല്ലാം ഗംഭീരമാകുന്നു. സ്കൂളുകൾ ഹൈടെക് ആകുന്നു. ഗംഭീരമായ റിസൾട്ട്, ഗംഭീര മാർക്കുണ്ടാകുന്നു. പക്ഷേ ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്. പക്ഷെ രോഗി മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഒരു ആസ്പത്രിയിലെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എല്ലാം വിജയമാകുന്നു, പക്ഷെ ഒറ്റ രോഗിയും ബാക്കിയാകുന്നില്ല. ഉത്സവം ഗംഭീരമാണ്, അമ്പലം ഗംഭീരമാണ്, സ്കൂൾ ഗംഭീരമാണ്, എല്ലാം ഗംഭീരമാണ്. പക്ഷേ തെരുവിലിറങ്ങി നോക്കൂ, നമ്മുടെ കുട്ടികളുടെ സ്വഭാവം അത് കൂടുതൽ കൂടുതൽ രാക്ഷസീയതയിലേക്ക് പോകുന്നു. സത്യം മരിക്കുന്നു, ധർമ്മം നശിക്കുന്നു.
ദയുണ്ടോ? സ്നേഹമുണ്ടോ? ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താണെന്നറിയോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ, ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താ? കരുണാകര എന്നാണ്. മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല. കരുണാകരൻ, കരുണകരമാക്കിയിരിക്കുന്നവൻ. ആ കരുണയല്ലേ ഈ നമുക്ക് ആലോചിച്ച് നോക്കട്ടെ, ഈ സംവിധാനത്തിന്റെ മഹത്വം തിരിച്ചറിയണ്ടേ? ഞാനിങ്ങനെ മനുഷ്യനായി ജനിച്ചു പോയല്ലപ്പോ എന്നൊക്കെ ചപിക്കുന്ന ആളോട് ചോദിക്കണം, ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരു ജന്മം ലോകത്ത് മറ്റൊരാൾക്കുണ്ടോ? ഈ ഭാരതഖണ്ഡത്തിൽ കലികാലം യുഗം നാലിലും നല്ലു കലിയുഗം, ജ്ഞാനപ്പാനയിൽ കൃത്യമായി പറയുന്നില്ലേ? അതിൽ ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കാൻ ഒരു ഭാഗ്യം പോരാഞ്ഞല്ലോ ദൈവമേ എന്ന് മറ്റുള്ള യുഗക്കാര് കരയുന്നു. നമുക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാം 10 വിരള, എല്ലാത്തിനും മൂക്കിന് 2 ഓട്ടയാ. 3 ഓട്ടകൾ ഒരു മൂക്ക് ഒരാളും വെച്ചിട്ടില്ല. എല്ലാത്തിനും 2 കണ്ണാ അല്ലേ? വ്യത്യാസമുണ്ടോ? അതിൻ്റെ ഒരു ഔചിത്യം നോക്കൂ. ആ കണ്ണ് പിടിപ്പിച്ചതിരിക്കുന്ന എല്ലാവരും നെറ്റി ഉയർത്തിയിട്ടും കവിള് ഉയർത്തിയിട്ട് 2 മല, അതിൻ്റെ നടുക്കൊരു കുഴിയിൽ കൊണ്ടുപോയി കണ്ണ് വെച്ചു. കാരണം എന്തോ വന്ന് അടിച്ചിട്ട് തകരാറ് വരാതിരിക്കാൻ എത്ര ഔചിത്യത്തോടെ കണ്ണ് കൊണ്ടുപോയി വെച്ചു. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്ന് വീഴുമ്പോൾ കൈ കൊണ്ട് തടയാൻ കൈയിടുന്ന ആൾ എത്താൻ സമയമില്ല. അതുകൊണ്ട് കൈയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് ഷട്ടർ. ആദ്യത്തെ ലോകത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺപോളയല്ലേ? കൺപോള എന്തൊരു ഔചിത്യമാണ്, അത്ഭുതമല്ലേ? ആ കണ്ണിൽ മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചതില്ലേ? പുരികം. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, അത് പൊടി വീഴാതിരിക്കാനുള്ള. ആ കണ്ണിൽ അഥവാ എന്തെങ്കിലും പൊടി തെറിച്ചു പോയി എന്ന് കൂട്ടും, ആ പൊടി കഴുകി കളയാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ അടുത്തും അല്ലെ കിണറ്റിന്റെ വക്കിൽ പോകുന്നത് വരെ കാത്തു നിൽക്കാൻ നേരില്ല. അപ്പൊ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചീറ്റിയിട്ട് അതിനെ ഒലിപ്പിച്ച് കളയുന്ന ആ കണ്ണുനീരില്ലേ? കണ്ണിന്ന് ഒട്ടനെ വെള്ളം വന്ന് ഒലിപ്പിക്കുന്നില്ലേ? എന്തൊരു അത്ഭുതമാണ് ഈ കണ്ണ്. ഈ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അവസ്ഥയൊക്കെ മൂക്ക് വേറെ ഇടുകയാണെങ്കിൽ ഈ തിന്ന സാധനം കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനായിരുന്നു? വായൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇത് പറ്റൂല എന്ന് പറയാൻ വേണ്ടിയല്ലേ മൂക്ക് ഇവിടെ തന്നെ പിടിപ്പിച്ചതെന്ന്. എന്തൊരു ഔചിത്യമാണ്. ആ മൂക്കിൽ പണ്ട് പെണ്ണുങ്ങൾ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് വീട്ടിൻ്റെ അകത്തിരിക്കുകയോ ആണുങ്ങൾ പുറത്തു പോവുകയും ചെയ്യുമ്പോൾ ഈ പൊടി പാറിയിട്ട് മൂക്കിൻ്റെ ഉള്ളിലൂടെ പൊടി ശ്വാസകോശത്ത് കയറിയിട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ പൊടി അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങളെ മൂക്കിന് തൊട്ട് താഴെ പുല്ല് വെച്ച് പിടിപ്പിച്ച് മീശയാക്കി തന്നത്. മനസ്സിലായോ? ഇപ്പൊ പെണ്ണുങ്ങൾ കുറേശ്ശെ പുറത്തിറക്കാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ മീശ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഔചിത്യത്തോടു കൂടി എല്ലാ ദൈവങ്ങളും എങ്ങനെ ഒരേപോലെ സൃഷ്ടിച്ചു. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഈ ഭൂമിയിൽ ഒറ്റൊരു മതമേ ഉള്ളൂ. ആ മതത്തിന്റെ പേര് വിശ്വപ്രേമം എന്നാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം, പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭാരത ഇതിഹാസ പുരാണ കഥകൾ മുഴുവൻ കലക്കി കുടിച്ചിട്ട് എഴുതിയ കവിതയാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ. അറിയാവോ? പ്രേമം, വിശ്വപ്രേമം. ആ പ്രേമമാണ് ഭക്തി. അതാണ് ശിവപാർവതി പ്രേമം. മനസ്സിലാക്കണം. ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഭാര്യാഭർത്തൃത്വത്തിന്റെ മൂല്യമാണ് അവിടെ. ആ മൂല്യമാണ് അവിടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചേർച്ച. ഏറെക്കാലം പണിപ്പെട്ടിട്ടാണ് തന്റെ ഭർത്താവിന് ലഭിച്ചത് പാർവതിക്ക്. ആ പാർവതിയുടെ തപസ്സാഫല്യം, കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യമുണ്ടല്ലോ കാളിദാസന്റെ, എത്ര മനോഹരമാണ്. കുമാരസംഭവത്തിൽ പാർവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഭക്തിയും സൗന്ദര്യബോധവും പരസ്പര പൂരകങ്ങളാണ്. മറ്റു ലോകത്തൊരു രാജ്യത്തുമില്ല ദൈവവും സൗന്ദര്യവും ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നത്. മറ്റാർക്കും ഈ സൗന്ദര്യബോധമില്ല. നമ്മുടെ എല്ലാം സൗന്ദര്യമാണ്. സംഗീതമില്ലാതെ, ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം, വാക്കുകളുടെ സൗന്ദര്യമാണ് സാഹിത്യം, നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം, രൂപങ്ങളുടെ സൗന്ദര്യമാണ് ശില്പം. ഇതില്ലേ നമുക്ക് ഭക്തിയുണ്ടോ? ഈ ശില്പവും ചിത്രവും അല്ലേ നമ്മുടെ ദൈവങ്ങളെല്ലാം വിഷ്ണുവും ശിവനും സെൽഫി എടുത്ത് അയച്ചെന്ന? അല്ലല്ലോ. ചിത്രകാരന്മാരും ശില്പികളും കൊത്തിയും വരച്ചും ഉണ്ടാക്കിയതല്ലേ ഇത്? അവരുടെ സൗന്ദര്യ സൃഷ്ടികളല്ലേ അത്? കാവ്യങ്ങൾ, രാമായണവും മഹാഭാരതവും ഒക്കെ സൗന്ദര്യ സൃഷ്ടികളല്ലേ? സംഗീതമില്ലെങ്കിൽ എന്ത് ദൈവമാ? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്നു കയറൂ. അതിനു പകരം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി
നാദാത്മികേ. നാദമാണ്, ശിവനാണ്. ഈശാനം, തൽപുരുഷം, വാമദേവം, അഘോരം, സദ്യോജാതം. 5 തലകളുണ്ട്. പഞ്ചാനനാണ് ശിവൻ. ഈ 5 തലകളിൽ നിന്നാണ് 7 സ്വരങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കുവോ? എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ മുഗ്ധരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. പുഞ്ചിരിക്കുക. 2 പുഞ്ചിരിയുണ്ട്. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ചുണ്ട് വിടർത്തിയിട്ട്, വീട് പുഞ്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ട്. വാതിൽ തുറക്ക്, എന്നിട്ട് കുട്ടികളെ പ്രഭാതത്തിലേക്ക് നയിക്കൂ. പ്രഭാതമാണ് നമ്മുടെ ഭക്തിയുടെ അടിത്തറ. സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധ്യായഗിരിയിൽ നിത്യ തുഷാര വിഭൂതി അണിഞ്ഞു. പാട്ട് കേട്ടില്ലേ? പ്രഭാതമായി തൃക്കണിയേകിയാലും കൗസല്യ സുപ്രജ രാമപൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യേന്റെ നല്ല പുത്രനായ രാമ, പൂർവസന്ധ്യ, കിഴക്കുഭാഗത്തെ പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതാ എം എസ് സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. പ്രഭാതം. മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷയുള്ളിടത്തോളം കാലം ഒരു മോട്ടിവേഷൻ പ്രസംഗവും ഇല്ലാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മഹത്തായ അത്ഭുതമായ ഒരു സംഭവത്തെ സൃഷ്ടിച്ചിട്ടാണ് ജയേന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞത്. ആ അത്ഭുത സംഭവമാണ് സുപ്രഭാതം. സുപ്രഭാതം, സുപ്രഭാതം, സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ. പാട്ട് രാവിലെ കേട്ടാൽ തന്നെ അന്ന് മൂടാവും. വാതിൽ തുറന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന ആ പൂക്കളെ നോക്കി, ആ പൂക്കളെ ഉണർത്തുന്ന സൂര്യനെ നോക്കി, പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി അല്പനേരം ഉലാത്ത്. അല്ലാതെ ഈ ശരീരത്തിന് കൊടുക്കാൻ ടിക്ക് 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 3 മിസൈലിന് തീ കൊടുക്കല് പിന്നാവാ. രാവിലെ എണീറ്റ 3 മിസൈലിന് തീ കൊടുക്കല്ലേ പണി? ഗ്യാസിന്റെ 3 അടുപ്പ് കത്തിക്കോ. മനസ്സിന് തീ കൊടുക്ക്, അതിന് ആന്തരികമായി വെളിച്ചം കൊടുക്ക്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താ? ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നുമല്ല. മനസ്സിനെ ഉണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. ഓം സത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാ. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ, ആന്തരികമായ വെളിച്ചമേ വന്നാലുന്ന. ബാഹ്യമായ വെളിച്ചം തരുന്നവനല്ല ദൈവം. ബാഹ്യമായി വെളിച്ചം തരുന്ന ദൈവം കൃഷ്ണൻകുട്ടിയാണ്, കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. ആന്തരികമായ വെളിച്ചം തരുന്നവനെ എന്ത് വിളിക്കും? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ ദിവം എന്ന് പറയും. ദിവാകരൻ സൂര്യനാണ്. ദിവം തരുന്നവനാണ് ദൈവം. മനസ്സിലായോ? ദൈവം എന്ന് പറഞ്ഞ ആന്തരികമായ വെളിച്ചം തരുന്നവനാ. ആ വെളിച്ചമേ, ആ വെളിച്ചം ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ആ വെളിച്ചം ഏറ്റുവാങ്ങലാ പ്രാർത്ഥന. ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശത്തെ ഏറ്റുവാങ്ങലാണ് ഭക്തൻ, ഭക്തന്റെ ജോലി. മനസ്സിലായോ? ആ വെളിച്ചം ഏറ്റുവാങ്ങണം. ആ പ്രഭാതത്തെ കാണണം. വാതിൽ തുറക്കൂ, ഹൃദയം തുറക്കൂ. ഓപ്പൺ ഹേർട്ട്. പുഞ്ചിരിക്കുക, വാതിൽ തുറക്കുക. അടുത്തത് ഹൃദയം തുറക്കുക. എസ് കഴിഞ്ഞാൽ ഓ, ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. അടച്ചു വെച്ച ഹൃദയങ്ങൾ മെഡിക്കൽ കോളേജുകാർക്ക് പൈസ ഉണ്ടാക്കുന്നു. കാരണം ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, ഓപ്പൺ ഹാർട്ട് സർജറി. ഇതിന്റെ കാരണം മൊത്തം ഇപ്പം ഹാർട്ട് ഇങ്ങനെ ഓപ്പറേഷൻ വരുന്നത്. ചിരിക്കൂല, പറയൂല, വർത്താനം പറയൂല. ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കമ്പാർട്ട്മെന്റിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, ചെറുപ്പക്കാരികൾ. ഓ, ഇവരെല്ലാം പറയുന്നത് കേൾക്കാമല്ലോ എന്ന് ചോദിച്ചിരുന്നു. നോക്കുമ്പോൾ എന്ത്, അവരെല്ലാം കയറി ഉടനെ അപ്പാട് ICU കിടക്കും പോലെ കുറേ വയറും പിറ്റ് ചെയ്ത് അടക്കിടന്ന്. ഇവിടെയെല്ലാം വയറ് കണക്ട് ചെയ്തിട്ട് അടക്കിടക്കും. ICU ഉണ്ടാവില്ലേ കുറേ വയറും കുത്തിയിട്ട്. ഒരൊറ്റ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ബസ്സിൽ പോകുമ്പോൾ ഒരു ഭാഗത്താ നോക്കുക. ട്രെയിനിൽ പോകുമ്പോൾ മുഖത്തോട് മുഖം നോക്കി ഇരുന്നാൽ 5 മണിക്കൂർ ഇരുന്നാൽ പോലും ഇങ്ങക്ക് എവിടെയാ പോകേണ്ടതെന്ന് ചോദിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എന്തു മനുഷ്യന്മാരാന്ന്! ഒന്ന് വർത്താനം പറയണ്ടേ? ഓപ്പൺ ഹേഡ്.
വീട്ടിലൊന്നും അയൽവാസികളും വീട്ടുകാരൊന്നും ഹൃദയം തുറന്ന് വർത്തമാനം പറ. ഒരു പാട്ടെല്ലാം പാട് വീട്ടിൽ നിന്ന്, ഒരു കവിത വായിക്ക്, ഒരു കഥ വായിക്ക്. നല്ല കഥകളുണ്ട്, നല്ല കവിതകളൊക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ. പണ്ടത്തെ മാത്രമൊന്നും അല്ല. കുറെ തന്ത വൈബുമാർ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടെല്ലാം ഗംഭീരം, ഇപ്പത്തെ എല്ലാം മോശമാണ്. ആര് പറഞ്ഞു? പണ്ടുണ്ട് നല്ല, ഇപ്പൊ ഉണ്ട് നല്ലത് കേട്ടോ. ഹൃദയം തുറക്കൂ. മൂന്നാമത്തത് ഫോർവേഡിൽ ഈ അഹന്ത കുറക്ക്. മാങ്ങയും ചക്കയും കൂടുമ്പം മാവും പിലാവും മേലോട്ട് വരികയല്ല, താഴോട്ട് താഴുക. നമ്മൾ കുട്ടികളിലേക്ക് താഴണം. ആയോ? ഈ ടച്ച് തൊടണം മക്കളെ. തൊട്ടിട്ട് ചേർന്നിട്ട് ചുമലിൽ കൈവെക്കണം, പുറത്ത് ചൊറിഞ്ഞു കൊടുക്കണം, തലോടണം, മുത്തം കൊടുക്കണം, നെറ്റിയിൽ തലോടണം, നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകൾ മാടി ഒതുക്കണം. ഞാനും മോനും ഇപ്പൊ ട്രെയിനിൽ വരുമ്പോ ഓൻ എന്നോട് എന്ന് പറയാം, ആരും കാണുന്നൊന്നുമില്ല, എൻ്റെ പുറന്ന് ചൊറിഞ്ഞാ നാട്ടെന്ന്. ഓൻ ഏറ്റവും ഇഷ്ടം മോൻ വീട്ടിൽ വരുന്ന തന്നെ ഇങ്ങനെ അടുത്തിരുന്നിട്ട് പുറം ചൊറിഞ്ഞു കൊടുക്കണം. കാരണം പുറം കണ്ടുപിടിച്ച് ചൊറിയാൻ മാത്രം ഒരു ഉപകാരമില്ലാത്ത സാധനമല്ലേ ഈ പുറം. കൈകൊണ്ട് കലകൊണ്ട് തലയുണ്ടല്ലോ, എന്തെല്ലാം ഒരു ഉപകാരമുണ്ട്. നമ്മൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ക്ലിന്ത് ഏരിയ പോകുന്ന പുറത്തിനാ. ഒരു കാര്യമില്ല, ചൊറിയാനുണ്ടാക്കിയതാ അത്. ടച്ച് തൊടണം. ഭാര്യയും ഭർത്താവും തൊടണം. ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്ത് തൊടണം. മക്കളെ മുമ്പിൽ പരസ്പരം പ്രേമിക്കുന്ന അച്ഛനമ്മമാരെ കാണുന്ന കുട്ടികൾ, ശിവഭക്തന്മാരായിരിക്കുന്ന മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരും പ്രേമിക്കണം. ശിവഭക്തനാന്ന് പറയും, പാർവതി ഭക്തനാണെന്ന് പറയും. എന്നിട്ടോ വീട്ടിൽ കീരിയും മൂർക്കനും. ഭർത്താവ് ഏകാധിപതി, കൊണ്ടാ ചായ, ഭാര്യ ഇത് കണ്ടിട്ടാ കുട്ടികൾ ഈ വൃത്തികേട് പഠിക്കുന്നത്. അച്ഛനും അമ്മയും പരസ്പര പൂരകമായി ബഹുമാനത്തോടെ സംസാരിക്കുന്ന വീടുണ്ടാവണം. എന്നാലേ കുട്ടികളുടെ വികാസത്തിന് ബാലൻസ്ഡ് ആവും, ഒരു സമതുലിതയുണ്ടാവും. ഐ ലവ് യു. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാലെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, മുഴുവൻ ആളും വായിച്ചിരിക്കണം. വൈലോപ്പള്ളി പ്രണയത്തെക്കുറിച്ച് ഒറ്റൊരു കവിത എഴുതിയിട്ടുള്ളൂ, അത് ഊഞ്ഞാലാണ്. പക്ഷെ അത് വിവാഹപൂർവ്വ പ്രണയമല്ല, വിവാഹാനന്തര പ്രണയമാണ്. തളിർവെറ്റില 100 തേച്ചു ഞാൻ നൽകിയിടാം, ഈ തിരുവാതിരരാവ് താമ്പൂലപ്രിയയല്ലോ എന്നൊരു കവിതയുണ്ട്. NN കക്കാടിന്റെ വാർദ്ധക്യ പ്രണയത്തിന്റെ ഒരു കവിതയുണ്ട്. അതാണ് സഫലം ഈ യാത്ര. നീ എൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. ആ കവിത വായിക്ക്. അപ്പോഴാണ് ശിവഭക്തനാവുന്നത്. പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള പ്രണയം. കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞ ഒരു തവണ പറഞ്ഞ ഐ ലവ് യു. തൊട്ട് പരസ്പരം ബഹുമാനത്തോടു കൂടി ചുമലിൽ കൈവച്ചിട്ട് അച്ഛനും അമ്മയും പരസ്പരം പ്രേമിക്കുന്നത് കാണുന്ന മക്കൾക്ക് നല്ല മാനസിക ഊർജ്ജം ഉണ്ടാവും. ശിവഭക്തൻ, ശിവനെ പ്രാർത്ഥിക്കുന്നവർ ഇത് ഒറ്റയിടത്തല്ലേ, ദൂരെയല്ലല്ലോ, തൊട്ടിട്ടല്ലേ ഇരിക്കുന്ന ഇവിടെ സ്വയംഭൂ 2 വിഗ്രഹങ്ങളും. എന്നിട്ടൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സ്വയംഭൂവായിട്ട് പ്രണയത്തെ സ്വയംഭൂവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നൂടെ? അതാണ് SOFTI ടച്ച്. ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉറവിടം. കണ്ണിലാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദൈന്യതകളും എല്ലാം. ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും അമ്മയും മക്കളും കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ആ കണ്ണിൽ നോക്കുക. അടുത്തത് SOFTEI N നോഡിങ്. സമ്മതിച്ചു കൊടുക്കാൻ ഹൃദയവിശാലത വേണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിയെങ്കിൽ, മക്കൾ പറഞ്ഞെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ തല കുലുക്കുക. അതാ നോഡിങ്. കിട്ടിയോ? ശരിയാ മോനെ നീ പറഞ്ഞ. ഭാര്യ പറഞ്ഞാലും നീ പറഞ്ഞ് ശരിയാ കേട്ടോ, സമ്മതിച്ചു കൊടുക്കോ? ഇല്ല. ഒരു നല്ല ഭക്ഷണം വെച്ചാൽ ഗംഭീരാന്ന് പറയാം, മടിയാണ് ആണുങ്ങൾക്ക്. തകരാറുണ്ടെങ്കിൽ എടുത്ത് പറയും. നന്നായിട്ടുണ്ട് എന്ന് പറയാൻ മടിയാ. ഇത് വലിയ തെറ്റാണ്. സമ്മതിച്ചു കൊടുക്കൂ. അതാണ്, സമ്മതിച്ചു കൊടുക്കൂ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐകമത്യ സൂക്തമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. ശിവനും പാർവതിയും തമ്മിൽ അതാണ്. ഒരാൾ വിരാട് പുരുഷനും മറ്റൊന്ന് ഭൂമിദേവിയാണ്, പർവ്വതത്തിന്റെ പുത്രിയാണ്. ഒരാൾ ചന്ദ്രക്കല തലയിലേന്തിയിരിക്കുന്നവനാണ്, തലയിൽ നിന്ന് വെള്ളമൊഴുകുന്ന ഗംഗാധരനാണ്. അയാൾ താണ്ഡവത്തിൽ നൃത്തം ചെയ്യുമ്പോൾ താ, പാർവതി ലാസ്യത്തിൽ നൃത്തം ചെയ്യുമ്പോൾ ലം. അത് ചേർന്നിട്ട താലം ഉണ്ടായത്. അറിയോ? ഉണ്ടാവണം. ആ പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാളിദാസൻ സ്ഥിതാക്ഷണം പക്ഷമസൂതാടിതാധര എന്നൊരു ശ്ലോകമുണ്ട്. എന്തൊരു സൗന്ദര്യമാണ്
പാർവതിയെപ്പറ്റി ഒന്നും പറയാതെ പാർവതിയുടെ കൺപോളകളിൽ ഒരു മഴത്തുള്ളി വീണിട്ട് താഴോട്ടൊഴുകുന്ന റൂട്ട് വർണ്ണിക്കുമ്പോൾ പാർവതിയുടെ സൗന്ദര്യം മനസ്സിലാവും. അത് വള്ളത്തോട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുലമേലധ വീണുടൻ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. അത്ര നല്ല സൗന്ദര്യമാണ്. അതിനെ വയലാറ് സിനിമയിലാക്കിയിട്ടുണ്ട് ആ പാട്ട്. ഈ സാധനം തന്നെ എന്നിട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയെ തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി നീർമഴ പൂമഴ തേൻമഴ എന്ന പാട്ടിലുണ്ട്. ഈ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പഠിക്കും. സൗന്ദര്യബോധമില്ലാത്ത ഒരു ദൈവവിശ്വാസവും ഒരു മനുഷ്യത്വവും നിലനിൽക്കില്ല. ആ സൗന്ദര്യബോധത്തിന്റെ ആർദ്രതയെ സൃഷ്ടിച്ചു കൊടുക്കുക. സിമെന്റും പൂഴിയും കുഴച്ചിട്ട് ഈ കത്തിയിൽ കോരിയിട്ട് ചുമരിലടിക്കുന്നതിന് മുമ്പ് ഏത് വിവരവും ഇല്ലാത്ത മേസ്ത്രിയാണെങ്കിലും ആദ്യം ആ ചുമരൊന്ന് നനക്കും, ഇല്ലേ? എന്നാലേ അതവിടെ നിൽക്കൂ. ഏത് വലിയ തത്വശാസ്ത്രവും ഭക്തിയും അറിവും എല്ലാം കുട്ടികളുടെ ഹൃദയത്തിൽ ഒട്ടണമെങ്കിൽ അവന്റെ ഹൃദയം ആർദ്രമാവണം. അതിന് കവിത വേണം, കഥ വേണം, സൗന്ദര്യബോധം വേണം, പാട്ട് വേണം, സംഗീതം വേണം, കല വേണം. ആ കലയാണ് അവസാനത്തെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തിനോട് കൊടുത്ത സന്ദേശം. എന്താ? ശിശുപാലനെയും കംസനെയും വധിക്കാനൊന്നും അല്ല കൃഷ്ണൻ അവതരിപ്പിച്ചത്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർക്കാൻ. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, ഭയാനകം 9 രസങ്ങളിൽ രസരാജനായിരിക്കുന്ന ശൃംഗാരത്തിന് 16,000 ഭാവമുണ്ട്. ബാക്കി 8ഉം 16,008 രസങ്ങളെ തൻ്റെ ഭാര്യമാരാക്കി കൃഷ്ണൻ. അതിൻ്റെ നാഥനായി. പലരും വിചാരിച്ചു 16,008 ഭാര്യയുണ്ട് കൃഷ്ണനെന്ന്. അല്ല, ആ രസങ്ങളോടൊത്ത് കൃഷ്ണനാടിയ ലീലയ്ക്കാണ് രാസലീല എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് ചമ്പക, കങ്കേളി, ഗന്ധാദി പുഷ്പങ്ങളെമ്പാടും ചിന്നിയ വന്യഭൂവിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ച് അൻപാളും ഗോവിന്ദൻ അണിഞ്ഞ മാല വനമാലയായിരുന്നു. കാട്ടുപുഷ്പങ്ങളെ കൊണ്ട് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അതിനു മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകാശത്ത് മഴവില്ലുണ്ടായിരുന്നു, അതിനെ സൗന്ദര്യവും 7 നിറവും ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് ഈ സൗന്ദര്യം അനുസരിച്ചത്. ആ സൗന്ദര്യബോധം ഉണ്ടാക്കുക. അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് സൗന്ദര്യാധിഷ്ഠിതവും ധാർമ്മിക നിഷ്ഠയോടുകൂടി നാട്ടുമര്യാദകളിലൂടെ സത്യം അന്വേഷിക്കാനാണ്. ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മനുഷ്യൻ എന്ന് പറയും. ഒന്നുകൂടി ഓർക്കുക. ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാ മനുഷ്യൻ. ആ മനുഷ്യനാവുക. നമ്മൾ മനുഷ്യനാവുക. ആ മനുഷ്യനായാലേ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. മനുഷ്യനാവണം. എങ്ങനെ? മൃഗമായ പോരാ. ആ മനുഷ്യത്വബോധത്തിലൂടെ, മാനവിക ബോധത്തിലൂടെ ദൈവിക ബോധത്തിലെത്താൻ ലോക നന്മയാണ് നമ്മുടെ ലക്ഷ്യം. ഞാനല്ല പ്രധാനം. ഞാൻ എന്നതിന് മാന്ന് പറയും, അല്ല എന്നതിന് നാന്ന് പറയും, ഞാനല്ല എന്നതിന് നമാന്ന് പറയും. പിന്നെ എന്താണ്? ലോക നന്മയാണ്. ലോക നന്മയ്ക്ക് ശിവം എന്ന് പറയും. അതാണ് ഓം നമഃ ശിവായ. ഞാനല്ല, ലോകമംഗളമാണ് പ്രധാനം. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നേക്കാൾ ഞാൻ ലോകത്തിന്റെ മംഗളത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് അത്തരത്തിലുള്ള ലോകം ശിവം ഭവതു ആക്കാൻ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ചർച്ചകളും എല്ലാം കരുത്തു പകരട്ടെ. ഹൃദയത്തിലുള്ള വെളിച്ചം വർദ്ധിപ്പിക്കുക, മനസ്സിലെ വെളിച്ചം വർദ്ധിപ്പിക്കുക. ആ വെളിച്ചമേന്തുന്നവനാണ് ഭക്തൻ എന്ന ബോധ്യത്തോടു കൂടി പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഈ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവിടെ വരുമ്പോഴുണ്ടാവുന്ന ഹൃദയവും മനസ്സും എല്ലാം കഴുകി വൃത്തിയാക്കി
ദൈവത്തിന് ഇരിക്കാൻ പറ്റും. ദൈവം എവിടെയായിരിക്കുക? വൃത്തിയുള്ളിടത്തല്ലേ ഇരിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം കയറണമെങ്കിൽ അവിടെ വൃത്തി വേണം, മനസ്സിൽ കയറണമെങ്കിൽ അവിടെ വൃത്തി വേണം. ആ വൃത്തികേടെല്ലാം കഴുകി വൃത്തിയാക്കി രാമ എല്ലാം പുറത്തേക്ക് കളഞ്ഞ് തങ്കത്തളിക പോലുള്ള ഹൃദയവുമായി തിരിച്ചു പോകാനുള്ള കരുത്ത്, പ്രകാശപൂർണമായ ഹൃദയവും മനസ്സുമായി ഉത്സവത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ഒരു ക്ഷേത്രോത്സവത്തിന് വളരെ ദൂരെയുള്ള ഒരു പരിചയമില്ലാത്ത എന്നെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ഷുഗർ രോഗികളൊന്നും എഴുന്നേറ്റ് പോകാതെ മറ്റ് പല സ്ഥലത്തും ഏത് അമ്പലത്തിൽ പോയാലും പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ ചില ആൾ ഇങ്ങനെ വരും, ഫോണ് വന്ന പോലെ ഒരു പോക്കുണ്ട്. ആരും വിളിച്ചിട്ടൊന്നുമില്ല, ഒരു പോക്കാ. ഒന്നുമില്ലാതെ കഴിയുന്നത് വരെ സ്കൂളെ കുട്ടികൾ പോലും ഇങ്ങനെ അടങ്ങിയിരുന്നിട്ട് കേൾക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ അടങ്ങിയിരുന്നത് ക്ലാസ്സിലിരുന്ന പോലെ കേട്ട നിങ്ങൾക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്